നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാതിൽ തുറന്നേ സന്ദീപേ. സന്ദീപേ വാതിൽ തുറക്ക്. ആരാ മുറിയില്? ഞാൻ വേറെ ആരാണെന്ന്? വേറെ ഇവിടെ ആരുമില്ല. നീ മാറിക്കേ. ഇവിടെന്താ ഒരു ചിരി കേട്ടത്? ചിരിയോ? ഇവിടെ കേട്ടുന്നോ? ഞാൻ കേട്ടതല്ലേ ഒരു പെണ്ണിന്റെ ചിരി. പെണ്ണിന്റെ ചിരിയോ? ഓ അതാണോ? അത് ഫോണിലാ. ഫോണിലോ? അതെ ഫോണില്. ഞാൻ വെറുതെ റീൽസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഓരോരോ കോമഡിയുടെ ചിരിച്ച് മരിക്കുമെന്നേ. അതിന് നീ ചിരിക്കുമ്പോ എന്താ സ്ത്രീ ശബ്ദമാണോ പുറത്തു വരുന്നത്? അയ്യോ അത് ഞാൻ ചിരിച്ചൊന്നുമല്ല. ഞാൻ കണ്ട റീൽസിലെ ചിരിയോ എടുത്ത് കേട്ടത്. അല്ലാതെ ഇവിടെ ആര് ചിരിക്കാനാ? സന്ദീപിനൊപ്പം ഇനി നിന്നെ കണ്ട അവന്റെ കാര്യം പോക്ക. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെന്താ പാലൊക്കെ? അത് കുടിക്കാൻ. ഉറക്കൊഴിഞ്ഞ് യാത്ര ചെയ്ത് വന്നതല്ലേ, അതെടുത്ത് കുടിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. ശരി എടുത്തി. ഹലോ. ആ ആ ഇപ്പൊ തീരുമാനായന്. ഞാനങ്ങ് ഇല്ലാതായി പോയി. പിന്നെ നിവർത്തിയില്ലാതെ വന്നാലേ താൻ എന്റെ ഭാര്യയാണെന്ന് ഞാനങ്ങ് പറഞ്ഞേനെ. ഓ പിന്നെ ഇപ്പൊ ഞാൻ കണ്ടു നിന്ന് വിറയ്ക്കുന്നത്. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഒരു സാഹചര്യവും ഇല്ല. നീ ഒരു പേടിത്തൊറിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഒരു ദിവസം കണ്ടോ നിന്റെ ധൈര്യം എന്താണെന്ന്? എനിക്കതിലൊരു വിശ്വാസവും ഇല്ല. ഇല്ലേ? ഇല്ല ഇല്ല. എനിക്ക് ധൈര്യം ഇല്ലേന്ന്. എനിക്ക് വേദനിച്ചു കേട്ടോ. വേദനിച്ചോ? കുടുവാവേ വെയിറ്റ്. ഒളിച്ചും പാത്തും ഒരു ഗ്ലാസ് പാല് സംഘടിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. അപ്പോ ഇന്നു മുതൽ ഞാനും താനും പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. ഒരുപാട് സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭാരം ഇറക്കി വെച്ച് ആദ്യ രാത്രിയുടെ ഒരു റീക്രിയേഷൻ. ലോകത്ത് നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ഏയ്, നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഒക്കെ കാണുന്നേ. രഹസ്യമായിട്ട് വിവാഹം ചെയ്തിട്ട് ഒന്ന് നേരി കാണാൻ പറ്റാത്ത എത്ര പേരുണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതുകൊണ്ടാ ഇപ്പൊ ഒരുമിച്ചിരിക്കുന്നത്. എന്നും ഇതുപോലെ ഒരുമിച്ചുണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. ഒരു വഴക്കോ പിണക്കോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ച്
സാധാരണ വിവാഹം കഴിഞ്ഞാൽ കുറച്ചു ദിവസം വലിയ സ്നേഹത്തിലാവും. പുതുമ നഷ്ടപ്പെടുമ്പോൾ ആ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിപ്പോ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ നമ്മുടെ കാര്യത്തില്. അതെ, എല്ലാം ഓപ്പോസിറ്റ് തന്നെയാ. ആദ്യം നാടടക്കം ആൾക്കാരെ വിളിച്ചിട്ട് വിവാഹം നടത്തും, എന്നിട്ട് ഫസ്റ്റ് നൈറ്റ്. ഇതിപ്പോ ആദ്യം ഫസ്റ്റ് നൈറ്റ്, എന്നിട്ട് വിവാഹം. നമ്മുടെ കാര്യമെല്ലാം വളരെ രഹസ്യമായി നടക്കണമെന്നാവും വിധി. ഇനി ആരേലും ഇതെല്ലാം കണ്ടുപിടിക്കാനാണോ എന്തോ ദുർവിധി. ഇനി അങ്ങനെ ഒരു ദുർവിധി ഉണ്ടായാലും ഞാൻ സച്ചേട്ടനെ വിട്ട് എങ്ങും പോവില്ല. ഞാനും സച്ചേട്ടനുള്ള ഓരോ നിമിഷവും എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നോ. എനിക്കും അങ്ങനെ തന്നെ. താനല്ലാതെ ഈ ലോകത്തിൽ മറ്റൊന്നും എന്നെ ഭ്രമിപ്പിക്കുന്നില്ലെന്നുള്ളതാ സത്യം. നമ്മൾ ഒരുമിച്ചുള്ള നല്ല നല്ല നിമിഷങ്ങളുടെ ആലോചനയിൽ ഇനി മുതൽ ഈ ദിവസം ഉണ്ടാവും. സത്യം പറഞ്ഞാ എനിക്കിതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാളെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ദാ ഇതുവരെ എത്തിയതും എല്ലാം ഒരു പഴങ്കഥ പോലെ എനിക്ക് തോന്നുന്നത്. ഈ യാത്ര കഴിഞ്ഞ് നാട്ടിൽ ചെന്നാലുടൻ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. പലരും ഇങ്ങനെയൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട്. തൻ്റെ ഇടത്തോടെ വീട്ടിൽ സംസാരിച്ച തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമുക്കും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് തന്നെ നെല്ലിശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും വേണം. ആതിര അവിടെ വരുന്നതോടെ കുറേയൊക്കെ സമാധാനം നമുക്ക് കിട്ടും. നമ്മൾ ശരിക്കും മണ്ടത്തരാണോ സച്ചേട്ട ചെയ്തത്? ഇത് എല്ലാരോടും പറയാനുള്ള സമയം കഴിഞ്ഞോ? ഞാനും അതിനെക്കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. നമുക്ക് പറയണമെന്ന് തോന്നിയാലും നമ്മൾ പറഞ്ഞാലും സന്ദീപിന്റെ ആതിരയുടെയും ഒരുമിച്ചുള്ള ജീവിത തുടക്കത്തിന് സമയമായി കാണില്ല. വിധി ഒത്തുവരാതെ നമ്മളിനി എന്ത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് ഈ വിധിയിലൊന്നും വലിയ വിശ്വാസമില്ല. വിധിയിലും ജാതകത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്നെങ്കിൽ സന്ദീപിന്റെ ഒപ്പം ഇപ്പൊ ഇവിടെ ഉണ്ടാവേണ്ടത് ഞാനല്ലല്ലോ, അനക്കയല്ലേ. ഇനി ആര് മത്സരിച്ചിട്ടും ഒരു കാര്യമില്ല. എന്ത് വന്നാലും ഈ മുതലിന് ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. നീ എങ്ങനെ വിട്ടുകൊടുത്താലും ഞാൻ പോവുകയില്ല. ഉറപ്പാണോ? എന്ത് വന്നാലും താൻ പോവില്ലേ? ഇല്ല, മരണത്തോടെ അല്ലാതെ നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല സച്ചേട്ട. ഞാൻ അത്രയ്ക്ക് എൻ്റെ സച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എനിക്കിനി ഇയാളില്ലാതെ പറ്റില്ല. എല്ലാവരും അസൂയപ്പെടുന്ന വിധം നമ്മൾ സ്നേഹിക്കണം, ഒരുമിച്ച് ജീവിക്കണം. അതേയുള്ളൂ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.